നിങ്ങൾക്കറിയാമോ, ഓരോ രാത്രിയും നിങ്ങൾ ഉറങ്ങുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യ കവാടം തുറക്കപ്പെടുന്നുണ്ട്. പ്രകൃതിയുടെ സകല ശക്തികളും സജീവമാകുന്ന ഒരു നിഗൂഢമായ സമയം. പ്രപഞ്ചത്തിലെ ഓരോ കണികയും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സമയം. ഈ സമയത്തെ ശരിയായി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഭൂരിഭാഗം ആളുകളും ഈ രഹസ്യം മനസ്സിലാക്കാതെ തങ്ങളുടെ വിധിയെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഈ അമൂല്യമായ അവസരം പാഴാക്കിക്കളയുന്ന ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല നിങ്ങൾ, അല്ലേ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിന്റെ ആ രഹസ്യം പറഞ്ഞുതരും. അതറിഞ്ഞു കഴിയുമ്പോൾ എനിക്കിത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുപോകും. പിന്നൊരു കാര്യം, ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കിവെക്കരുത്. ഈ അവസരം കൈവിട്ടുപോകും മുൻപേ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വിഷയം നിങ്ങൾക്ക് എത്രത്തോളം ആവേശകരമായി തോന്നിയെന്ന് കമന്റിൽ അറിയിക്കൂ. കാരണം നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് മറുപടി നൽകും. അപ്പോൾ ശരി, നമുക്ക് ഈ ഗൂഢരഹസ്യത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങാം. ബ്രഹ്മമുഹൂർത്തം ഇതൊരു സാധാരണ സമയമല്ല. സമ്പൂർണ്ണ പ്രപഞ്ചവും ഒരു പ്രത്യേക ഊർജ്ജത്തിൽ സ്പന്ദിക്കുന്ന നിമിഷമാണിത്. ഇത് രഹസ്യങ്ങൾ നിറഞ്ഞതാണ്, ശക്തി നിറഞ്ഞതാണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഇത് മാറും. ഇതേ സമയത്താണ് സാധകന്മാർ സിദ്ധികൾ നേടുന്നത്, യോഗികൾ തങ്ങൾക്കുള്ളിലെ ദൈവികതയെ അനുഭവിക്കുന്നത്. എന്തിന്, ഒരു സാധാരണക്കാരന് പോലും ഈ സമയം ശരിയായി ഉപയോഗിച്ചാൽ അസാധാരണമായ വ്യക്തിയായി മാറാൻ സാധിക്കും. നൂറ്റാണ്ടുകളായി ഋഷിമുനിമാർ ഈ സമയത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞിരുന്നു. ഈ സമയത്ത് ചെയ്യുന്ന ധ്യാനവും ജപവും ആത്മപരിശോധനയും മനുഷ്യനുള്ളിൽ മറ്റൊരു സമയത്തും സാധ്യമല്ലാത്ത വിധം ശക്തികൾ ഉണർത്തുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇന്ന് ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്നു, സൂര്യോദയത്തിന് തൊട്ടുമുമ്പുള്ള ഈ സമയം മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണെന്ന്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ബ്രഹ്മമുഹൂർത്തത്തിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? എന്തുകൊണ്ടാണ് ഈ സമയം ഏറ്റവും ശക്തിയുള്ളതാണെന്ന് പറയുന്നത്? ഈ സമയം ശരിയായി ഉപയോഗിച്ചാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ഊർജ്ജഘടനയിൽ, നമ്മുടെ അവബോധത്തിന്റെ തലങ്ങളിൽ. ഇതൊരു സാധാരണ അറിവല്ല. വലിയ വലിയ സാധകന്മാർ മോക്ഷം നേടിയ രഹസ്യമാണിത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയൂ. ആരാണോ ഈ അറിവിനെ നിസ്സാരമായി കാണുന്നത് അവർ ജീവിതകാലം മുഴുവൻ സാധാരണക്കാരായി തുടരും. എന്നാൽ ആരാണോ ഇത് ജീവിതത്തിൽ പകർത്തുന്നത് അവർ തങ്ങളുടെ വിധി സ്വന്തം കൈകൊണ്ട് എഴുതുന്നു. നിങ്ങൾക്കും അവരിലൊരാളാകാം. അതിനായി കൃത്യമായ ദിശയിൽ സഞ്ചരിക്കണം. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുന്ന ആ രഹസ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഏത് അദൃശ്യശക്തിയാണ് പ്രവർത്തിക്കുന്നത്? എന്താണ് ഇതിനെ ഇത്ര പ്രത്യേകമാക്കുന്നത്? ഇതിന്റെ ഉത്തരം പ്രകൃതിയുടെ താളത്തിലും നമ്മുടെ ശരീരത്തിലെ ആന്തരിക ഘടികാരത്തിലും, ബോഡി ക്ലോക്ക്, ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ആ ശക്തിയിലുമാണ് ഉള്ളത്. ഈ ശക്തിയെ നിങ്ങൾക്ക് ഈശ്വരനെന്നോ ബ്രഹ്മമെന്നോ ശുദ്ധമായ അവബോധമെന്നോ വിളിക്കാം. ഈ ശക്തി ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് ഈ സമയത്താണ്. ഈ സമയത്ത് നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം പൂർണ്ണമായും ശാന്തമായിരിക്കും. വായുമലിനീകരണം തീരെ കുറവായിരിക്കും. ഭൂമിയുടെ കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ്, പ്രത്യേകം സംവേദനക്ഷമമായിരിക്കും. അതുകൊണ്ടുതന്നെ ഈ സമയത്ത് ചെയ്യുന്ന ഏത് സാധനയോ ധ്യാനമോ സങ്കൽപ്പമോ റെസൊല്യൂഷൻ വളരെ ആഴത്തിലിറങ്ങിച്ചെല്ലുകയും വേഗത്തിൽ ഫലം നൽകുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഈ സമയത്ത് എഴുന്നേൽക്കുന്നവർ ശാരീരികമായും മാനസികമായും കൂടുതൽ ആരോഗ്യവാന്മാരായിരിക്കുന്നത്. എന്നാൽ എഴുന്നേൽക്കുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ആ ശക്തിയെ ഉള്ളിൽ ഉണർത്താൻ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നും നാം അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അതിനായി നമ്മൾ മനസ്സിലാക്കണം, ശരീരവും മനസ്സും ഏറ്റവും കൂടുതൽ സംവേദനക്ഷമമായിരിക്കുന്ന സെൻസിറ്റീവ്. ഈ സമയത്ത് ഇതിന്റെ പൂർണ്ണഗുണം ലഭിക്കാൻ നമ്മൾ ഏത് ക്രിയകളാണ് ചെയ്യേണ്ടതെന്ന്. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ചേതനാകേന്ദ്രങ്ങളെ ബാധിക്കുന്നു. ഈ സമയം വെറുതെ കളഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് സഹജമായി ലഭിക്കുന്ന ആ ദൈവീക ഊർജ്ജം നമുക്ക് നഷ്ടപ്പെടും. സാധനയ്ക്ക്, സ്പിരിച്വൽ പ്രാക്ടീസ്, ഈ സമയം ഏറ്റവും മികച്ചതാകുന്നത് എന്തുകൊണ്ട്? ഇതിന്റെ രഹസ്യം നമ്മുടെ ഉള്ളിലെ ഊർജ്ജ പ്രവാഹങ്ങളിലാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം പൂർണ്ണ വിശ്രമാവസ്ഥയിലായിരിക്കും. എന്നാൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ ഉള്ളിലെ പ്രാണോർജ്ജം പതുക്കെ സജീവമാകാൻ തുടങ്ങുന്നു. നമ്മുടെ ബോധമനസ്സും ഉപബോധമനസ്സും, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് തമ്മിലുള്ള ആവരണം വളരെ നേർത്തതാകുന്ന നിമിഷമാണിത്. ഇതുകൊണ്ടാണ് ഈ സമയത്ത് ധ്യാനിച്ചിരിക്കുന്നവർക്ക് വളരെ ആഴത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രാത്രി വൈകിയുറങ്ങി രാവിലെ വൈകി എഴുന്നേൽക്കുമ്പോൾ ദിവസം മുഴുവൻ അലസത അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിലും മനസ്സിലും അത്ഭുതകരമായ ഉന്മേഷവും ഊർജ്ജവും അനുഭവപ്പെടുന്നു. ഇതൊരു മാനസികമോ വൈകാരികമോ ആയ അനുഭവം മാത്രമല്ല, ഇതിന് ശാസ്ത്രീയ അടിത്തറയുമുണ്ട്. ഈ സമയത്ത് നമ്മുടെ ദഹനശക്തി ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ശരീരത്തിലെ ഊർജ്ജ ഉപഭോഗം കുറവായിരിക്കുകയും തലച്ചോറിന് പൂർണ്ണമായും ഉണർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ചോദ്യമിതാണ്,
ഈ സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ധ്യാനവും പ്രാണായാമവുമാണ്. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോഴും ധ്യാനത്തിലിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. ഈ സമയത്ത് ചെയ്യുന്ന ധ്യാനം നമ്മുടെ മനസ്സിനെ സ്ഥിരപ്പെടുത്തുക മാത്രമല്ല, തലച്ചോറിൽ പുതിയ ന്യൂറോണുകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ധ്യാനം മാത്രം പോരാ. ഈ സമയത്ത് സങ്കല്പശക്തി, പവർ ഓഫ് റെസൊല്യൂഷൻ, അഫർമേഷൻ ഉപയോഗിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ ഈ സമയത്ത് എന്തെങ്കിലും ഒരു സങ്കല്പം, ലക്ഷ്യം, തീരുമാനമെടുക്കുകയും അത് 3 തവണ ആവർത്തിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. ഇതുകൊണ്ടാണ് ഋഷിമുനിമാർ ഈ സമയത്ത് മഹാമന്ത്രങ്ങൾ ജപിച്ചിരുന്നത്. കാരണം ഈ സമയത്ത് പറയുന്ന വാക്കുകൾ പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുകയും എക്കോ അവയുടെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഏറ്റവും ആദ്യം അത് വ്യക്തമായി മനസ്സിൽ ആവർത്തിക്കുക. ഇതോടെ നിങ്ങളുടെ ഊർജ്ജം ആ ദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഇതിനുശേഷമുള്ള അടുത്ത ഘട്ടം ആ ദൈവീക ഊർജ്ജത്തെ സ്വീകരിക്കാൻ പാകത്തിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കുക എന്നതാണ്. സങ്കല്പം എടുത്തതുകൊണ്ട് മാത്രം എല്ലാം മാറില്ല. അത്ഭുതങ്ങളുടെ വാതിലുകൾ തുറക്കാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആ ഊർജ്ജപ്രവാഹത്തിലേക്ക് കൊണ്ടുവരണം. ബ്രഹ്മമുഹൂർത്തം എന്നത് ഉണരാൻ മാത്രമുള്ള സമയമല്ല, മറിച്ച് നമുക്കുള്ളിൽ ഒരു ഉണർവ് കൊണ്ടുവരാനുള്ള സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ആദ്യം ശരീരത്തെ ലഘുവായി ഒന്ന് വലിച്ചുനീട്ടണം. സ്ട്രെച്ച്, ലളിതമായ ചില യോഗാസനങ്ങളിലൂടെ നിങ്ങളുടെ ഊർജ്ജത്തെ ഒഴുക്കണം. ഇത് ശരീരത്തിനുള്ളിലെ ജഡത്വത്തെ, ലെത്താർജി ഇല്ലാതാക്കുകയും നമ്മളെ പൂർണ്ണമായും ജാഗരൂകരാക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം സാധാരണ സമയത്തേക്കാൾ പല മടങ്ങ് കൂടുതലായിരിക്കും. നിങ്ങൾ ഈ സമയം സദുപയോഗം ചെയ്തില്ലെങ്കിൽ ദിവസം മുഴുവൻ നിഷ്ക്രിയത്വത്തിലും ആലസ്യത്തിലും കഴിഞ്ഞുപോയേക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം വരുന്നത് ജലം കുടിക്കുക എന്നതാണ്. പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ബ്രഹ്മമുഹൂർത്തത്തിൽ വെള്ളം കുടിക്കുന്നത് അങ്ങേയറ്റം ഗുണകരമാണെന്ന്. ഇതൊരു ശാരീരിക ക്രിയ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ ഊർജ്ജപ്രവാഹത്തെ സന്തുലിതമാക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത്. ഈ സമയത്ത് കുടിക്കുന്ന വെള്ളം ശരീരത്തെ മുഴുവൻ ശുദ്ധീകരിക്കുകയും മെറ്റബോളിസത്തെ, ദഹനപ്രക്രിയയെ സജീവമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ ചുരുങ്ങിയത് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം തീർച്ചയായും കുടിക്കണം. ഇനി മാനസികവും ആത്മീയവുമായ ഉണർവിന്റെ കാര്യം. ഈ സമയത്ത് നിങ്ങൾ മൗനം ശീലിച്ചാൽ അത് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ സംഭരിക്കാൻ സഹായിക്കും. മൗനം എന്നാൽ സംസാരിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ആഴങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു മാധ്യമം കൂടിയാണ്. ധ്യാനവും ജപവും ഈ സമയത്ത് ചെയ്താൽ അതിന്റെ ഫലം 10 മടങ്ങ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് യോഗികളും സന്യാസിമാരും ഈ സമയം ആത്മചിന്തയ്ക്കായി ഉപയോഗിക്കുന്നത്. പക്ഷേ ധ്യാനിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? നമ്മുടെ ചഞ്ചലമായ മനസ്സ്. നിങ്ങൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ തന്നെ മനസ്സ് അങ്ങോട്ടുമിങ്ങോട്ടും അലയാൻ തുടങ്ങും. ചിലപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകളുടെ തിരമാലകൾ നിങ്ങളെ ധ്യാനത്തിൽ നിന്നകറ്റുന്നു. എന്താണിതിന് പരിഹാരം? പരിഹാരം ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. നിങ്ങൾ ആഴത്തിലുള്ളതും ശാന്തവുമായ ശ്വാസമെടുക്കുമ്പോൾ മനസ്സ് സ്ഥിരപ്പെടാൻ തുടങ്ങും. ഇതൊരു സാധാരണ വിദ്യയല്ല, ധ്യാനത്തിന്റെ പരമോന്നത രഹസ്യങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ധ്യാനവും ജപവും ചെയ്യേണ്ട ശരിയായ രീതി എന്താണ്? ഏത് പ്രത്യേക മന്ത്രമോ രീതിയോ പിന്തുടർന്നാലാണ് മനസ്സ് വേഗത്തിൽ ശാന്തമാവുക? ഇതിന്റെ ഉത്തരം നമ്മുടെ പ്രാചീന ഋഷിമാർ കണ്ടെത്തിയിരുന്നു. മനസ്സിനെ ശാന്തമാക്കുക മാത്രമല്ല, നമ്മുടെ ഊർജ്ജകേന്ദ്രങ്ങളെ ഉണർത്തുകയും ചെയ്യുന്ന ഒരു വിദ്യ അവർ നൽകി. അതാണ് ഗുരുമന്ത്രം അല്ലെങ്കിൽ ബീജമന്ത്രം ജപിക്കുക എന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഏകാഗ്രതയോടെ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചാൽ അതിന്റെ പ്രകമ്പന തരംഗങ്ങൾ, വൈബ്രേഷൻസ്, നമ്മുടെ ശരീരത്തിലും ചേതനയിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. ഈ പ്രകമ്പനം പതുക്കെ പതുക്കെ നമ്മുടെ ഊർജ്ജനിലയെ ഉയർത്തുകയും നമ്മുടെ ഉള്ളിലെ ദൈവീകതയെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ചോദ്യമിതാണ്, ഏത് മന്ത്രമാണ് ഈ സമയത്ത് ജപിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇത് വ്യക്തിയുടെ സാധനയെ, പ്രാക്ടീസ് ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഗുരു ഏതെങ്കിലും മന്ത്രം തന്നിട്ടുണ്ടെങ്കിൽ അത് ജപിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ഇത് ചെയ്യുമ്പോൾ അതിന്റെ ഫലം പല മടങ്ങ് വർദ്ധിക്കുന്നു. മന്ത്രജപത്തോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്: സംവേദനക്ഷമത, സെൻസിറ്റിവിറ്റി ഉണർത്തുക. ധ്യാനമെന്നാൽ കണ്ണടച്ചിരിക്കുക എന്നു മാത്രമല്ല, മറിച്ച് സ്വന്തം ആന്തരികാവസ്ഥയെ ആഴത്തിൽ അനുഭവിക്കുക എന്ന പ്രക്രിയ കൂടിയാണ്. നിങ്ങൾ മന്ത്രം ജപിക്കുമ്പോൾ അത് വെറും നാവുകൊണ്ട് മാത്രമല്ല, പൂർണ്ണ ശരീരവും മനസ്സും കൊണ്ട് അനുഭവിക്കണം. ഇതിനായി ഒരു ലളിതമായ വിദ്യ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓരോ മന്ത്രം ഉച്ചരിക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രകമ്പനം അനുഭവിക്കുക. പതുക്കെ പതുക്കെ മന്ത്രം വെറുമൊരു വാക്ക് അല്ലാതാവുകയും അത് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഈ അവസ്ഥ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഊർജ്ജത്തിന് ജന്മം നൽകുന്നു. ഈ ഊർജ്ജം മാനസിക സമാധാനം മാത്രമല്ല, ആന്തരികമായ മാറ്റങ്ങളും കൊണ്ടുവരുന്നു. ഈ സമയത്ത് ചെയ്യുന്ന ജപം നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. നിങ്ങളുടെ മനസ്സ് മുമ്പത്തേക്കാൾ ശാന്തമാകുന്നതായും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൂടുന്നതായും നിങ്ങളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത സന്തോഷം നിലനിൽക്കുന്നതായും നിങ്ങൾക്ക് കാണാം. എന്നാൽ ഇവിടെ മറ്റൊരു ഗൂഢരഹസ്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്.
ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്ന സങ്കല്പങ്ങളും ധ്യാനവും വെറും മാനസിക ക്രിയകൾ മാത്രമല്ല, അത് നമ്മുടെ വിധിയെയും സ്വാധീനിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ സമയത്ത് ചെയ്യുന്ന ധ്യാനത്തിനും സങ്കല്പത്തിനും നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളെപ്പോലും മാറ്റാൻ കഴിയും. ഇതൊരു കൽപ്പനയല്ല, നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഊർജ്ജത്തിന് യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രവും സ്ഥിരീകരിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മളൊരു പോസിറ്റീവ് സങ്കല്പം, പോസിറ്റീവ് അഫർമേഷൻ എടുക്കുമ്പോൾ അതൊരു മാനസിക പ്രവൃത്തി മാത്രമല്ല, മറിച്ച് നമ്മുടെ ചേതനയും ബാഹ്യലോകവും തമ്മിലുള്ള ഒരു പാലമായി അത് പ്രവർത്തിക്കുന്നു. ഈ സമയത്ത് മനസ്സ് വളരെ സംവേദനക്ഷമമാണ്. നമ്മൾ സൃഷ്ടിക്കുന്ന ഓരോ ചിന്തയും ആഴത്തിലുള്ള പതിപ്പ്, ഇംപ്രിന്റ് ഉണ്ടാക്കുന്നു. ഇതുകൊണ്ടാണ് ഋഷിമുനിമാർ ബ്രഹ്മമുഹൂർത്തത്തിലെ സങ്കല്പശക്തിയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പണം, ആരോഗ്യം, സ്നേഹം, വിജയം എന്നിവയുടെ ഒഴുക്ക് വർദ്ധിക്കുമെന്ന് നിങ്ങൾ ദൃഢമായി തീരുമാനിച്ചാൽ അത് പതുക്കെ പതുക്കെ യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങും. പക്ഷേ ഇതിനൊരു നിബന്ധനയുണ്ട്. നിങ്ങൾ പൂർണ്ണമായ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി ഇത് ചെയ്യണം. സങ്കല്പമെന്നാൽ വാക്കുകളുടെ കളിയല്ല. നിങ്ങളുടെ മുഴുവൻ വികാരങ്ങളും ഊർജ്ജവും അതിലടങ്ങിയിരിക്കണം. ഞാൻ വിജയിക്കും എന്ന് നിങ്ങൾ വെറുതെ യന്ത്രം പോലെ ആവർത്തിക്കുകയും എന്നാൽ ഉള്ളിൽ സംശയമുണ്ടാവുകയും ചെയ്താൽ ആ സങ്കല്പം ഒരിക്കലും നടക്കില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ സങ്കല്പമെടുക്കാനുള്ള ശരിയായ രീതി ഇതാണ്. കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങൾ ജീവിതത്തിൽ എന്താണോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിനെ സജീവമായി ഭാവനയിൽ കാണുക, വിഷ്വലൈസ്. ഭാവന എന്നാൽ വെറുതെ ദൃശ്യം കാണുക എന്നല്ല, ആ അവസ്ഥയെ അനുഭവിക്കുക, ഫീൽ എന്നാണർത്ഥം. നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ ആ പണം ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് അനുഭവിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനും ഊർജ്ജസ്വലനുമാണെന്ന് അനുഭവിക്കുക. വികാരം എത്രത്തോളം ആഴത്തിലാണോ അത്രയും വേഗത്തിൽ അത് യാഥാർത്ഥ്യമാകും. ഇവിടെ മറ്റൊരു ആഴത്തിലുള്ള ചോദ്യം ഉയരുന്നു. സങ്കല്പം എടുത്തതുകൊണ്ട് മാത്രം ജീവിതം മാറുമോ, അതോ നമ്മൾ വേറെന്തെങ്കിലും ചെയ്യണോ? ബ്രഹ്മമുഹൂർത്തം ഇത്രയും ശക്തിയുള്ളതാണെങ്കിൽ അത് വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ശരിയാണോ, അതോ ഇതിലും വലിയ ലക്ഷ്യങ്ങൾ ഇതുകൊണ്ട് നേടാനാകുമോ? ഇതിന്റെ ഉത്തരം വളരെ ആഴമേറിയതാണ്. കാരണം ബ്രഹ്മമുഹൂർത്തം ആഗ്രഹപൂർത്തീകരണത്തിനുള്ള ഉപാധി മാത്രമല്ല, മറിച്ച് ആത്മജാഗരണത്തിനും സെൽഫ് അവേക്കനിംഗ്, പ്രപഞ്ച ഊർജ്ജവുമായി ബന്ധപ്പെടുന്നതിനുമുള്ള അവസരം കൂടിയാണ്. നിങ്ങൾ ഇതിനെ ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു പരിമിതമായ കാഴ്ചപ്പാടായിരിക്കും. എന്നാൽ നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ആഴങ്ങളിലേക്കെത്താൻ നിങ്ങൾ ഇതിനെ ഉപയോഗിച്ചാൽ ജീവിതത്തിന്റെ യഥാർത്ഥ രഹസ്യം വെളിപ്പെടുന്ന ഒരു പാതയിലേക്ക് ഇത് നിങ്ങളെ നയിക്കും. ബ്രഹ്മമുഹൂർത്തത്തിലെ ധ്യാനം, ജപം, സങ്കല്പം എന്നിവയുടെ യഥാർത്ഥ ലക്ഷ്യം പണമോ ആരോഗ്യമോ വിജയമോ നേടുക എന്നതല്ല. ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മളെ നമ്മുടെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് നയിക്കുന്ന ഉള്ളിലെ ആ ശക്തിയെ ഉണർത്തുക എന്നതാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഇത് ദേവന്മാരുടെ സമയമാണെന്ന്. ഇതിനർത്ഥം ആകാശത്ത് ദേവന്മാർ ഇരിക്കുന്നു എന്നല്ല, മറിച്ച് നമ്മുടെ ചേതന, കോൺഷ്യസ്നസ് പരമോന്നത തലത്തിൽ നിൽക്കുന്ന സമയമാണിതെന്ന ആഴമേറിയ അർത്ഥമാണ് ഇതിനുള്ളത്. പക്ഷേ ഇവിടെ വലിയൊരു ചോദ്യമുണ്ട്. നമ്മുടെ ചേതനയെ എങ്ങനെ ഈ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാം? വെറുതെ ഉണരുന്നതും കുറച്ച് ക്രിയകൾ ചെയ്യുന്നതും മാത്രം പോരാ. ഇതിനായി നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചുവിടണം. ബ്രഹ്മമുഹൂർത്തത്തിൽ സ്നേഹം, കരുണ, നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എന്നീ വികാരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചാൽ ആ ഊർജ്ജം ദിവസം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കും. ഇതൊരു മനഃശാസ്ത്രപരമായ ഗുണം മാത്രമല്ല, ഇത് നമുക്ക് ചുറ്റുമുള്ള നിഷേധാത്മകതയിൽ, നെഗറ്റിവിറ്റി നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും നമ്മുടെ ചേതനയെ ഉയർത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനയും ധ്യാനവും മറ്റ് സമയങ്ങളിലേക്കാൾ ഫലപ്രദമാകുന്നതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ താളം, ഋതം പ്രപഞ്ചത്തിന്റെ താളവുമായി ഒത്തുചേരുന്നു എന്നതാണ്. പ്രപഞ്ച ഊർജ്ജം ഏറ്റവും സജീവമായിരിക്കുന്ന സമയമാണിത്. നമ്മൾ ആ ഒഴുക്കിലേക്ക് സ്വയം സമർപ്പിച്ചാൽ നമ്മളും ആ ഊർജ്ജത്തിന്റെ ഭാഗമായി മാറും. എന്നാൽ ഇവിടെ മറ്റൊരു ഗൂഢരഹസ്യം കൂടിയുണ്ട്. ഈ ഊർജ്ജസ്വലമായ അവസ്ഥ ദിവസം മുഴുവൻ നിലനിർത്താൻ കഴിയുമോ, അതോ ബ്രഹ്മമുഹൂർത്തത്തിൽ മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ? ഇതിന്റെ ഉത്തരം നമ്മുടെ ജീവിതശൈലിയെയും മാനസികാവസ്ഥയെയും ആശ്രയിച്ചിരിക്കുന്നു. കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ ലഭിച്ച ഊർജ്ജം നിലനിർത്തുക എന്നത് ആ സമയത്ത് ചെയ്ത ധ്യാനത്തെയോ ജപത്തെയോ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, മറിച്ച് ദിവസം മുഴുവൻ നമ്മൾ ഏത് മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നതിനെക്കൂടി ആശ്രയിച്ചിരിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ സമാധാനവും പോസിറ്റിവിറ്റിയും അനുഭവിക്കുകയും എന്നാൽ പകൽ മുഴുവൻ ദേഷ്യത്തിലും ഉത്കണ്ഠയിലും അലസതയിലും കുടുങ്ങിക്കിടക്കുകയുമാണെങ്കിൽ ആ ഊർജ്ജം പതുക്കെ പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങും. ഇത് രാവിലെ ഉദിക്കുന്ന സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നതുപോലെയാണ്. എന്നാൽ നമ്മൾ വാതിലും ജനലും അടച്ചിട്ടാൽ ആ വെളിച്ചം ഉള്ളിലേക്ക് വരില്ലല്ലോ. ബ്രഹ്മമുഹൂർത്തത്തിലുണർത്തിയ ഊർജ്ജം നിലനിർത്താൻ നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും നിരന്തരമായ ശ്രദ്ധ വേണം. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞത്, ബ്രഹ്മമുഹൂർത്തം വെറുമൊരു സമയമല്ല, അതൊരു അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണെന്ന്. ഇത് വെറും കുറച്ച് മണിക്കൂറുകൾ ചെയ്യേണ്ട ക്രിയയല്ല, മറിച്ച് ജീവിതത്തിന്റെ ഒരു രീതിയാണ്. ഈ സമയത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്ന വ്യക്തി ഇതിനെ രാവിലെ മാത്രമായി ഒതുക്കി നിർത്തുന്നില്ല, മറിച്ച് ദിവസം മുഴുവൻ അതിന്റെ ചേതനയെ ജീവനോടെ നിലനിർത്തുന്നു. നടക്കുന്നതിനിടയിലും സംസാരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആ ഊർജ്ജത്തെ അയാൾ അനുഭവിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു.
ഇതെല്ലാം സന്യാസിമാർക്കും യോഗികൾക്കും മാത്രം സാധിക്കുന്ന കാര്യമാണോ, അതോ ഒരു സാധാരണക്കാരനും ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ ഇതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ശരിയായ വഴി എന്താണ്? ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ബ്രഹ്മമുഹൂർത്തത്തെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു സാധനയായി പ്രാക്ടീസ് സ്വീകരിക്കുക. ഇതൊരു സങ്കീർണമായ കാര്യമല്ല. ഇതിനായി സന്യാസിയാകേണ്ട ആവശ്യവുമില്ല. ഇത് നമ്മുടെ ദിനചര്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു കലയാണ്. അതിലൂടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഊർജ്ജസ്വലവും ദൈവികവുമായി മാറും. ഏറ്റവും ആദ്യത്തെ പടി ഇതിനെ ഒരു ഭാരമായി കാണരുത് എന്നതാണ്. മറിച്ച് നിങ്ങളുടെ അസ്തിത്വത്തിലെ ഏറ്റവും ആനന്ദകരമായ സമയമായി ഇതിനെ മാറ്റുക. നിങ്ങൾ നിർബന്ധപൂർവ്വം ഇത് ചെയ്താൽ ഇതൊരു കഠിനമായ പണിയായി തോന്നും. എന്നാൽ സ്നേഹത്തോടും ആവേശത്തോടും കൂടി ഇതിനെ സമീപിച്ചാൽ ഇത് താനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. രണ്ടാമത്തെ പ്രധാന കാര്യം തുടർച്ച, കൺസിസ്റ്റൻസിയാണ്. ഒരു ദിവസം എഴുന്നേറ്റ് ധ്യാനിച്ചതുകൊണ്ട് അത്ഭുതം നടക്കില്ല. എന്നാൽ നിങ്ങൾ ഇത് എല്ലാ ദിവസവും ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ചേതനയുടെ നിലവാരം മാറാൻ തുടങ്ങും. ഒരു വിത്തിന് ദിവസവും വെള്ളമൊഴിച്ചാൽ അതൊരുനാൾ വലിയ മരമായി മാറുന്നതുപോലെയാണിത്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം സ്വയം ഓർമ്മിപ്പിക്കുക എന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക എന്നത് ശരീരം എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, ആത്മാവിനെ ഉണർത്തുന്ന പ്രക്രിയയാണെന്ന്. നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് വെറുമൊരു സാധാരണ നിമിഷമല്ല, മറിച്ച് പ്രപഞ്ചശക്തിയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള കവാടമാണെന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അവസാനമായി ഒരു ചോദ്യം: നിങ്ങൾ ഇത് കേട്ട് തൃപ്തിപ്പെടുമോ, അതോ ജീവിതത്തിൽ നടപ്പിലാക്കുമോ? കാരണം അറിവ് അനുഭവമായി മാറുമ്പോഴാണ് അത് സാർത്ഥകമാകുന്നത്. അതുകൊണ്ട് അടുത്ത തവണ പ്രഭാതത്തിന്റെ വെളിച്ചം ആകാശത്ത് ചെറിയ ചുവപ്പ് പടർത്തുമ്പോൾ സ്വയം ചോദിക്കുക, ഈ അമൃതസമയം എന്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുറപ്പാണ്. കാരണം ബ്രഹ്മമുഹൂർത്തം ഒരു രഹസ്യമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്താനുള്ള താക്കോലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ ബ്രഹ്മമുഹൂർത്തത്തിന്റെ ഗൂഢരഹസ്യം കേട്ടു, മനസ്സിലാക്കി, അനുഭവിച്ചു. ഇതൊരു സാധാരണ അറിവല്ല, ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തിയാണ്. പക്ഷെ ചോദ്യമിതാണ്: നിങ്ങൾ ഇത് കേട്ട് തള്ളിക്കളയുമോ, അതോ ജീവിതത്തിൽ പകർത്തുമോ? ഓർക്കുക, ഓരോ വലിയ മാറ്റത്തിന്റെയും തുടക്കം ഒരു ചെറിയ തീരുമാനത്തിൽ നിന്നാണ്. നിങ്ങൾ ഈ ദൈവിക സമയം ശരിയായി ഉപയോഗിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. അതുകൊണ്ട് അടുത്ത തവണ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന്റെ ആദ്യ വെളിച്ചം വരുമ്പോൾ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കരുത്. എഴുന്നേൽക്കൂ, ഈ അമൂല്യ സമയം സ്വന്തമാക്കൂ, നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അനന്തമായ ഊർജ്ജത്തെ ഉണർത്തൂ. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക. അവരും ഈ ദൈവിക അറിവിന്റെ ഗുണം അനുഭവിക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വലിയ സത്യവുമായി നമുക്ക് വീണ്ടും കാണാം.